ലക്ഷ്മി ശ്രീദേവി നായരടുത്തും ആദിത്യൻ്റെ അടുത്തും ഞാൻ പറയാ, നിങ്ങൾ ഒരു പ്രാവശ്യം DNA ടെസ്റ്റിന് തയ്യാറാവണം. നമ്മുടെ ജയൻ സാറിന്റെ മകൻ മുരളി ജയൻ സാർ, അതായത് നിങ്ങളുടെ വലിയച്ഛൻ്റെ മകന് നീതി കിട്ടണം, തലയുയർത്തി നടക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് DNA ടെസ്റ്റിലേക്ക് അത്ര പേടി എന്താ? നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾക്ക് പേടി എന്താ? അയാൾ പറയുന്നുണ്ട് അയാൾ സ്വത്തു കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. നിങ്ങൾക്കൊന്നും തയ്യാറായാലെന്ത്? അതിനൊന്നും തയ്യാറായാലെന്ത്? ഒരു വലിയ ചെലവുള്ള കേസൊന്നുമില്ല. അതിലേക്കുള്ള എന്ത് ചെലവുണ്ട് അതൊക്കെ അയാൾ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ വഹിച്ചോളാം ചെലവൊക്കെ. അയാൾ ആണായിട്ട് വീണ്ടും വീണ്ടും പറയുന്നത് ജയന്റെ മകൻ ഉറപ്പായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ, നിങ്ങളെ വലിയച്ഛന് ഒരു മകനുണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കുറച്ചിലാണോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അവകാശം ജയൻ, ആ മുരളി ജയൻ എന്നുള്ളൊരു മുരളേറ്റനാണ് അവകാശമുള്ളത്. അതൊരിക്കലും മറക്കരുത്, മനസ്സിലായില്ലേ? ചിലപ്പോൾ ആദ്യത്തെ സിനിമയിൽ ജയന്റെ അനിയന്റെ മകനായിട്ടുള്ള വിലയായിരിക്കും, പക്ഷെ നീ ഒരു ആർത്തിക്കണം, അതേ ചോരയിലൂടുന്ന അതേ ലിംഗത്തിൽ ഓടുന്ന ഒരു വ്യക്തിയാണ് മുരളി ജയൻ. അത് മറക്കരുത് കേട്ടാ. പിന്നെ പറയുമ്പോഴത്തേക്ക് സോമൻ നായരുടെ മകനാണ്, നിന്റെ അച്ഛന്റെ മകനാണ് അയാൾ എന്നൊക്കെ പറയല്ലേ, അതൊക്കെ തെറ്റാ. നിനക്ക് ജയന്റെ മകനാണോ എന്ന് പറഞ്ഞില്ലേ, നീ ജയന്റെ എന്നാലും നീ ജയന്റെ അനിയന്റെ മകൻ തന്നെ, ഏട്ടന്റെ അനിയന്റെ മകൻ തന്നെ. അത് മറക്കരുത്. DNA ടെസ്റ്റിക്ക് നിങ്ങൾക്ക് തയ്യാറായാലെന്ത്? അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇത് തയ്യാറായില്ലെങ്കിലേ പിടിച്ചുകൊണ്ട് പോയി DNA ടെസ്റ്റ് നടത്താൻ എനിക്ക് അറിയാണ്ടിട്ടൊന്നുമില്ല. വീട്ടിൽ മിനിറ്റിന്റെ പണി എനിക്ക്, അത് വേറെ കാര്യം. നിങ്ങൾ അതേ സ്ഥലത്ത് കൊല്ലത്തും നമുക്ക് ആൾക്കാരുണ്ട്, പക്ഷെ എവിടം വരെ പോകുന്നത് ഞാൻ നോക്കിയതാ. ഞാൻ മാക്സിമം 1 മാസം വരെ കാത്തിരിക്കുള്ളൂ. അതിനുശേഷം നിങ്ങളെ പിടിച്ചുകൊണ്ട് ഒരു ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് DNA ടെസ്റ്റ് ഞാൻ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കും. നിങ്ങൾ കേസിന് ബാക്കുന്നത് എന്തിനു ബാക്കുന്നത് പോയാലും എനിക്കൊരു പുല്ല. അതാണ് ആദ്യത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, ഡോക്ടറല്ല ആദ്യത്തിന്റെ അടുത്ത്. ഈ ഡോക്ടർ ഒരു എന്തിനുമ്പോഴത്തേക്ക് ഒരു MBBS പഠിച്ചൊരു വ്യക്തിയല്ലേ നിങ്ങൾക്ക് തരുമ്പോഴത്തേക്ക് DNA ടെസ്റ്റ് നടത്തുന്നതിനെ പറ്റി ഏകദേശം ആൾക്കാർക്ക് അറിയാം. അതും പറയുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നടത്തിയാൽ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം വരുന്നത് ഇവിടെ? അത്ര വലിയ അഹങ്കാരമല്ല, ഒരു പേടിയാ. എന്നും നിങ്ങൾക്ക് ഇപ്പൊ ജീവിക്കുന്നത് ജയന്റെ അനിയന്റെ മകൻ നിലച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ ജയന്റെ മകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വില കുറയെന്ന് പറയല്ലേ, ആ വിലയൊന്നും കുറയില്ല. അതുകൊണ്ട് പേടിക്കണ്ട. ഇതും പറയുമ്പോഴത്തേക്ക് അവിടുത്തെ നാട്ടുകാരെ പറ്റിച്ചും ചെയ്യേണ്ട കേസാണ്. പക്ഷെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഏത് വീഡിയോ ഇട്ടാലും, ഇയാളെ പറ്റി വീഡിയോ ഇട്ടാലും നല്ല നല്ല കമന്റ്സ് വരുന്നത് മുരളിയേറ്റവും ഏറ്റവും നല്ലൊരു വ്യക്തി മാത്രമേ ഉള്ളൂ. ഒരാളും ബാഡ് കമാൻഡ് നടത്തിയിട്ടില്ല. ബാഡ് കമാൻഡ് നിങ്ങൾ പണം കൊടുത്ത് കുറെ ആൾക്കാർ ഇന്റർവ്യൂ ചെയ്ത ആൾക്കാർ മാത്രമേ ബാഡ് കമാൻഡ് പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്ത ആൾക്കാരൊക്കെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ എനിക്ക് വിളിച്ചിരുന്നു, ഇയാളെ വീട്ടിൽ തൊട്ടുള്ള ആളാ. അയാൾ പറയും, മോനെ എങ്ങനെയെങ്കിലും ഇയാൾക്ക് നീതി മേടിച്ചു കൊടുക്കണം. പാവം മനുഷ്യനാ, നല്ല മനുഷ്യനാ, ഒരു പരാതിയില്ല മനുഷ്യനാ. അയാൾക്ക് വേണ്ടത് ഒരു അഡ്രസ്, ഞാൻ ജയന്റെ മകനാണ്. അത് കുറെ നാട്ടുകാർക്ക് അറിയാമെങ്കിലും നിയമത്തിന് മുമ്പിൽ അയാൾക്കും പ്രായമായിക്കൊണ്ട് വരുന്നത് ഒരു ദിവസമെങ്കിലും നിയമത്തിന് മുമ്പിൽ തല ഉയർത്തി നടക്കണം. അതാണ് സംഭവം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും, ആദിത്യയും ഡോക്ടറും രണ്ടുപേരും പെട്ടെന്ന് തീരുമാനത്ത് അറിയിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നു, അറിയിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.